Hi guys, welcome to our YouTube channel. ഞാനൊന്ന് പറയട്ടെ. പറഞ്ഞു. അപ്പോൾ ഞങ്ങളിതിപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞു. അപ്പോൾ വർക്കിൻ്റെ സ്ട്രെസ്സൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഉള്ളൊരു മോളിലോട്ടാണ് ഫസ്റ്റ് പോണത്. അവിടെ പോയി വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളും അങ്ങനെ കുറച്ച് ഗ്രോസറീസ് ഒക്കെ വാങ്ങണം. പിന്നെ നമ്മൾ വിചാരിച്ചു നമ്മൾ സ്ഥിരം പോണ ഒരു ചോക്ലേറ്റ് ഷോപ്പ് ഉണ്ട്. ഈ പോളണ്ടിന്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കടയാണത്. ഈ വിടലിന് നമ്മൾ പറയും അതിന് എന്താണോ പറയണത് നമുക്കറിയില്ല, പോളിഷുകാർക്ക് അറിയുള്ളൂ. അപ്പം നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഹോട്ട് ചോക്ലേറ്റും കഴിക്കും, കോൾഡ് ചോക്ലേറ്റും കഴിക്കും. അതിനേലും ബെറ്റർ ആയിട്ടുള്ള ഒരു ഹോട്ട് ചോക്ലേറ്റ് വേറെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഗുയ്സ്. അപ്പൊ നമ്മള് അതിന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് നമ്മുടെ ഹോട്ട് ചോക്ലേറ്റിനെ പരിചയപ്പെടുത്തി തരാം ഗുയ്സ്. പിന്നെ കോൾഡ് ചോക്ലേറ്റ് ഉണ്ട്. ഇപ്പൊ സമ്മർ ആയത് കാരണം നമ്മള് ഹോട്ട് മാറ്റി കോൾഡ് ചോക്ലേറ്റ് ആക്കി. സമ്മർ എന്ന് പറഞ്ഞാൽ 20 ഡിഗ്രിയാണ്, പക്ഷേ ഇവിടെ അത് സമ്മറാണ് കേട്ടോ. ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. എന്നാലും നാടിന്റെ അത്ര ഇല്ല. അതെ, അപ്പൊ ബാക്കി നമുക്ക് മുകളിൽ പോയിട്ട് കാണാം ഗുയ്സ്. ഓക്കെ, നമ്മള് ക്യാബ് വിളിച്ചു. അപ്പൊ ക്യാബ് ഇപ്പൊ വരും. അതെ, ക്യാബിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അതെ, ഇന്ന് നമ്മൾ ക്യാബിന് പോവാന്ന് വിചാരിച്ചു. അതെ, അപ്പോൾ ഓക്കെ, ബൈ ഗയ്സ്. അവിടെ എത്തിയിട്ട് കാണാം. നമ്മള് മോളിലെത്തി. നമുക്ക് ചെറിയ നാണൊക്കെ ഉണ്ട് വീഡിയോ ഒക്കെ എടുക്കാൻ. ഫസ്റ്റ് ടൈം അല്ലേ? അതെ, നമുക്കിങ്ങനെ വലിയ ശീലമൊന്നുമില്ല. അത് കാരണം ഞങ്ങൾ കുറച്ച് നാണം കുടുങ്ങിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങളുടെ ബാക്ക് കാണുന്നതാണ് മോള്. നല്ല ഭംഗിയില്ലേ? നല്ല ഭംഗിയുണ്ട്. നമുക്ക് നടന്ന് പോവാൻ പോയി അങ്ങോട്ട്. നമുക്ക് മോളിലോട്ട് കയറാം. കമോൺ. ഗൈസ്, എൻ്റെ സൈഡിലൊരു കടയുണ്ട് ഗൈസ്. ഞാനെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. കാരണം കൊറിയക്കാരുടെ ടൈപ്പ് ഡ്രസ്സുകളാണോ എന്ന് എനിക്കറിയില്ല, ആണെന്ന് തോന്നുന്നു. ലിച്ചീന്ന കടയുടെ പേര്. നൈസ് കട. ഓക്കെ കുട്ട, എന്താണ് നമ്മൾ ഓർഡർ ചെയ്യാൻ പോകുന്നത്? ഞാൻ ഒരു ഹോട്ട് ചോക്ലേറ്റ് വിത്ത് മിൽക്ക്. ഓക്കെ, മീഡിയം. എൻ്റെ സ്ഥിരം സാധനം കോൾഡ് ചോക്ലേറ്റ് വിത്ത് മിൽക്ക്. യെസ്. ഓക്കെ, സെറ്റ്. ഓക്കെ, നമ്മളപ്പോൾ ഇത് ഓർഡർ ചെയ്യുന്നതാണ് ഗുയ്സ്. ഹരി, താങ്കളെ പറ്റി 2 വാക്കുകൾ പറയും. ഇല്ല, ഇനി ചോക്ലേറ്റ് വന്നിട്ട് ബാക്കി കാര്യം. ഹരി പറയണം ഗൈസ്. അപ്പം നമ്മുടെ കോൾഡ് ചോക്ലേറ്റും ഹോട്ട് ചോക്ലേറ്റും വന്നിട്ടുണ്ട്. ഹോട്ട് ചോക്ലേറ്റ് ഹരിക്ക്, കോൾഡ് ചോക്ലേറ്റ് എനിക്ക്. ആർ യു എക്സൈറ്റഡ്? കഴിച്ചിട്ട് അഭിപ്രായം പറ. കഴിക്കും. ഹോട്ട് ചോക്ലേറ്റിലെ ഒരെട്ടി തൊട്ടരുത്. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? അമ്പലപ്പുഴ ഒരു എക്സ്പ്രഷൻ ഇടൂല, അതുപോലത്തെ ഒരു എക്സ്പ്രഷൻ ഇടാം. അടിപൊളി, കിട്ടില്ല, ഒന്നും പറയാനില്ല. അറിയാലോ, എനിക്കറിയാം. ഇനി നീ കഴിച്ചിട്ട് പറ. ഞാൻ പറയാം. 2 ഇളക്കിലേക്ക് നമ്മൾ അറിയണോ? ഭയങ്കര റിഫ്രഷിംഗ് ആണ് ഈ കോൾഡ് ചോക്ലേറ്റ്. സൂപ്പർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ കോൾഡ് ചോക്ലേറ്റ്. പിന്നെ ഈ കോൾഡ് ചോക്ലേറ്റിന് മീഡിയം, ബിഗ് അങ്ങനെയില്ല, ഒറ്റ സൈസുകൾ. ഈ ഒരു 120 എത്രയാണ് അങ്ങനെ ഈ ഒരു സൈസേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ബിഗ് സൈസ് ഓർഡർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ കോൾഡ് ചോക്ലേറ്റ് ഓർഡർ ചെയ്യാത്തതിൻ്റെ കാരണം എന്താ അറിയോ? കോൾഡ് ചോക്ലേറ്റ് മടമടാന്ന് തീരും, പെട്ടെന്ന് തീരും. ആസ്വദിച്ച് കുടിക്കുമ്പോഴത്തേക്ക് തീർന്നു. പക്ഷേ അതെ, ഈ സാധനം ഉണ്ടല്ലോ, ഇത് മെല്ലെ സിപ്പടിച്ച് മെല്ലെ ആസ്വദിച്ച് കഴിക്കാം. കുടിച്ച് തീർന്നു ഗോയ്സ്, പെട്ടെന്നായിരുന്നു അല്ല. അപ്പോൾ
എന്താ പറയുക, ഇത് ഭയങ്കര സംഭവമാണ്, ഞങ്ങൾക്കിത് ഭയങ്കര സംഭവമാണ്. പിന്നെ ഇത് ഇറ്റ് ഡിപ്പെൻസ്. അപ്പോൾ ഈ വാർസോയിലുള്ളവർ, പോളണ്ടില്ല വാർസോയിലുള്ള ആൾക്കാർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് ട്രൈ ചെയ്യണം. സ്ലൂട്ടി തെറാസിയിൽ ഈ വീടുകളിൽ വരണം. എന്നിട്ട് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ് ഇടണം ഞങ്ങളുടെ വീഡിയോയിൽ വന്നിട്ട്. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും പോളണ്ടിലോട്ട് വിസിറ്റ് ചെയ്യുന്നവരും എല്ലാം അതെ വിസിറ്റിങ്ങിന് വന്നവരും ആരായാലും നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റിൽ ഇടണം കേട്ടോ. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. ഞങ്ങൾ അതൊക്കെ കേട്ടാൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആവും. സോ അപ്പോൾ ഞങ്ങൾ ഹാപ്പി. അതെ, ഈ വീട്ടിൽ നിന്ന് നല്ല ചോക്ലേറ്റ് ഒക്കെ കഴിച്ച് ഇന്നത്തെ വർക്കിൻ്റെ സ്ട്രെസ്സൊക്കെ ഒഴിവാക്കി ഹാപ്പിയായി. ഇനി കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് കൂടി ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ താഴെ തന്നെ ഒരു ഗ്രോസറി ഷോപ്പിങ്ങിനുള്ളൊരു കടയുണ്ട്. നമ്മുടെ നാട്ടിലെ റേഷൻ കട, സൂപ്പർ മാർക്കറ്റ്. റേഷൻ കട എന്നൊന്നും പറഞ്ഞാൽ അതിനെ നീ അങ്ങനെ കൊച്ചാക്കല്ലേ, ഒരു സൂപ്പർ മാർക്കറ്റ്. അവിടെ പോയി കുറച്ച് ഗ്രോസറീസ്, കുറച്ച് സൂപ്പർ മാർക്കറ്റിന് ഒരു പേരുണ്ട്, കാരിഫോർ. അതെ, കാരിഫോർ. അപ്പോൾ അവിടെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ഇനി കുറച്ച് ഫ്രണ്ട്സിൻ്റെ വീട്ടിലോട്ട് പോകാനുണ്ട്. അവിടെ പോയി ഗെയിമിംഗ് ആണ് പരിപാടി. കാരണം അവന്മാർക്ക് അവിടെ മറ്റേ പ്ലേ സ്റ്റേഷനൊക്കെ ഉണ്ട്. അതെ, അപ്പോൾ ഇവൾക്ക് എനിക്കും WWE ഒക്കെ ഭയങ്കര അതിൽ കളിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് ഗെയിമിംഗ് ഒക്കെ കളിക്കണം. ഓക്കെ, അപ്പോൾ ഇനി ഗ്രോസറി ഷോപ്പിങ്ങിന് പോകാം. സെൽഫ് അടിക്കാനുള്ള, സെൽഫ് ബില്ല് ചെയ്യാനായിട്ടുള്ള ക്യൂ ആണിത്. ഇപ്പം ആവും നമ്മുടെ ഊഴം. ഗൈസ്, നമ്മുടെ ഗ്രോസറി ഷോപ്പിംഗ് കഴിഞ്ഞു. അങ്ങനെ ഇനി നമ്മൾ എങ്ങടാ പോണേ? ഇനി നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലോട്ടാണ്. അവിടെ പോയിട്ട് ഗെയിം കളിക്കാം. ഗെയിംസ് ഒക്കെ കളിച്ച് ഞങ്ങൾ അവിടെ ഇരിക്കും. ഇനി അവിടെ പോയിട്ട് കാണാം ഗൈസ്. നമ്മൾ ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ ബസ്സൊക്കെ കാണിച്ചു തരാം. അപ്പം നമ്മളൊരു നീണ്ട യാത്ര കഴിഞ്ഞ്, ഇതൊരു 38 മിനിറ്റ് ഉണ്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഇവിടെ എത്തിയപ്പോഴത്തേക്കും. കുറച്ച് ട്രാഫിക് ഒക്കെ ഉണ്ടായിരുന്നു. അതെ, അപ്പോൾ നമ്മൾ നമ്മുടെ കൂട്ടുകാരുടെ അവിടെ എത്തി. ഇവിടെ കുറച്ച് പ്രകൃതി രമണീയമാണ്, നല്ല മരങ്ങളൊക്കെ ഉണ്ട്. കാണിച്ചു കൊടുത്തേ, ചുറ്റും മരങ്ങളൊക്കെ ഉണ്ട്. റൂമിലോട്ട് പോവാണ്. അപ്പം നമ്മൾ വിചാരിച്ചു, അവന്മാർ നമ്മുടെ അവിടെയുള്ള ഫ്രണ്ട്സ്, ഇപ്പോൾ കാണാൻ പോണ ഫ്രണ്ട്സിന് അറിയാം, ചെറുതായിട്ട് അറിയാം. ഞാൻ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതായത് അവർ എക്സ്പെക്റ്റ് ചെയ്യാനുണ്ടാവില്ല, നമ്മൾ സർപ്രൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാൻ പോയിട്ട് ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങി വീഡിയോ എടുക്കുന്നുണ്ട്. അവരുടെ നെറ്റിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം. നെറ്റിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യാനായിട്ട് എല്ലായിടത്തും നമുക്ക് നടക്കുകയാണ് ഗൈസ്, നടക്കുകയാണ്. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഒരു സബ്സ്ക്രൈബേഴ്സ് പറയും. പയ്യന് നാണമായി. ഇവനുണ്ടായിരുന്നു അവിടെ. ഇത് ഞങ്ങളുടെ സംഗീതോട്ടരാണ്. ചെക്കന് നാണമായി. സംഗീതം ഇങ്ങനെ നാണിക്കല്ലേ. ഇവിടെ പ്രബിനെ കാണിച്ചില്ല. പ്രബിൻ ടർക്കിയിൽ പോയി ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ ചെയ്ത് മോൻ കാണിക്കടാ. ഇതെന്താ പയ്യന് നാണം. എവിടെ പോയി? ഗൈസ്, നമ്മൾ WWE കളിക്കാൻ പോവുകയാണ്. എടുത്തിട്ട് പഞ്ചറാക്കാൻ പോകും. ഗൈസ്, നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് റൂമിലെത്തി.
ഞാൻ റൂമിലെത്തി. അവിടെ മൂവി കാണുമായിരുന്നു. പിന്നെ അവരുടെ ഒപ്പം ഞങ്ങളെപ്പോഴും WWE ഗെയിം കളിക്കും, അതൊക്കെ കളിച്ചു ഇന്ന്. പിന്നെ അവരുടെ കുറേ വർത്തമാനം പറഞ്ഞിരുന്നു. നൈസായിരുന്നു, നല്ലൊരു ഡേ ആയിരുന്നു. അപ്പോൾ ടയേർഡാണ്, നല്ല രീതിക്ക് ടയേർഡായി. അപ്പോൾ ഗുഡ് നൈറ്റ് ഗൈസ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം യൂട്യൂബ് ചാനൽ. പിന്നെ എപ്പോഴും ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം, നിങ്ങളുടെ കമൻസൊക്കെ ഇടുക. അപ്പോൾ ഞങ്ങൾക്ക് അതൊക്കെ അനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്, ആൻഡ് ഗുഡ് നൈറ്റ്.